ഇദാമാത്തൽ വൽവാരിദുന കഴിഞ്ഞോ വൽമബീഅ് നബീനെയും ഖിയാമത്തിൽ വാങ്ങിയ ആള് മരിച്ചുപോയി മുഫ്ലിസനായ നിലയിൽ മരിച്ചുപോയാല് നബീനോട് ബന്ധിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് ആദ്യം കൊടുത്തോട്ടു. പിന്നെ ഹഖൂഖഹാവുലായി ഈ കൂട്ടരുടെ ഹഖുകൾ തുഖദ്ദമു മുന്തിക്കപ്പെടണം അലാ മുഅ്നത്തി തജ്ഹീസി വദ്ദഫനി സുമ്മ ബഅദ ദാലിക അതിനുശേഷം അയിനുത്തരിക്കത്തിനോട് സക്കാത്തിന്റെ ഹക്ക് ബന്ധിച്ചാലോ പണയത്തിൻ്റെതോ അതിനങ്ങനെ ചരക്ക് ഇദാമാത്തൽ മുസ്ലിം മുഫ്ലിസൻ അതങ്ങനെ ബന്ധിച്ച് അതാദ്യം കൊടുത്തു തീർക്കണം. സുമ്മ തുനഫദു പിന്നീട് കഴിച്ചു കടത്തപ്പെടണം പൂർത്തിയാക്കപ്പെടണം വസായ ഓൻ വല്ല വസിയത്തും ചെയ്തെങ്കിൽ സുമ്മ തുഖ്സമു തരിക്കത്തു പിന്നെ ഓൻ്റെതായ ഓൻ ഒഴിച്ചിടപ്പെട്ട മുതലിനെ ഓഹരിക്കപ്പെടണം ബൈന വറസത്തി അവന്റെ അനന്തരഗാമികളുടെ ഇടയിലായിട്ട്. വൽവാരിദൂന മിനർ റിജാലി അശറത്തുൻ റിജാലിൽ നിന്നും അനന്തരഗാമികൾ 10 പേരാണ്. ഇജ്മാൽ എന്ന നിലയിൽ തഫ്സീൽ എന്ന നിലയിൽ 15 പേരുണ്ടാകും എന്ന് ഏതാ ഒന്ന് അല്ലിബിനു മകൻ, ഇവിടെ മകൻ മയ്യത്തിന്റെ മകൻ എന്നാണ്. ഒബിനുഹു മയ്യത്തിന്റെ മകന്റെ മകൻ ചെറുമകൻ. അപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ മകൻ അനന്തരഗാമിയാണ്, എന്റെ മകന്റെ മകനും അനന്തരഗാമിയാണ്. അനന്തരഗാമികളെ എണ്ണാം. മകനുള്ളപ്പം മകന്റെ മകന് കിട്ടില്ല, അത് വേറെ കാര്യം. ഇപ്പൊ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഹാജിബും മഹജൂബും നോക്കാതെ ഒരാള് മരിച്ചാൽ അയാളുടെ മുതലിന് ആരൊക്കെ അവകാശികളുണ്ട്, ചില അവകാശികളെ കൊണ്ട് തടയപ്പെടും. അതിപ്പോ നോക്കുന്നില്ല. മകനാണൊന്ന്, വബനുഹു മകന്റെ മകനാണ് ഒന്ന്, സഫല ചെറുകുട്ടികൾ എത്ര താന്നു പോയാലും ശരി. സഫല മകന്റെ 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 മകനെ താന്നു ചെറുകുട്ടികളെ തടസ്സമൊക്കെ വരും. മകനുള്ളപ്പോ മകന്റെ മകന് കിട്ടത്തില്ല, മകന്റെ മകനുള്ളപ്പോ അവന്റെ മകന് കിട്ടത്തില്ല. അങ്ങനെ പോകും. എണ്ണുമ്പോ ഇങ്ങനെ എണ്ണാം. നമുക്ക് ഞാൻ മരിച്ചു, എന്റെ മകൻ, എന്റെ മകന്റെ മകൻ, അങ്ങനെ പോട്ടെ. ബാക്കി 10 പേരെന്ന് പറഞ്ഞാല് അതില് അതാ മഹജൂബാവെന്ന് പറഞ്ഞത്, തടയപ്പെടും പിന്നീട്. എണ്ണുമ്പോ ഇങ്ങനെ എണ്ണും. മനസ്സിലായോ? മകൻ, മകന്റെ മകൻ, മകന്റെ മകന്റെ മകൻ, മകന്റെ 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 മകൻ, അങ്ങനെ അങ്ങ് താപോട്ട് പോട്ടെ. അപ്പൊ ആദം നബിയുടെ മുതൽ നമുക്ക് കിട്ടേണ്ടിയുള്ളതാ. ശരീരം അതിനു മുമ്പ് നമ്മൾ തടയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് സഫല വല്ലബു വാപ്പയുമാണ്. മയ്യത്തിന്റെ വാപ്പ. ഞാൻ മരിച്ചാൽ എന്റെ വാപ്പയ്ക്ക് അനന്തരം കൊടുക്കണം. മനസ്സിലായേ? അല്ലെങ്കിൽ മയ്യത്തിന്റെ ഉപ്പുപ്പ വാബൂഹു വാപ്പാന്റെ വാപ്പയാണ്. വൈന്നല അങ്ങോട്ട് മേലോട്ട് എത്രയും പോകാം, നേരെ താഴോട്ട് വന്ന പോലെ വാപ്പാന്റെ 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 വാപ്പ. പക്ഷെ വാപ്പ ഉള്ളപ്പോ വാപ്പാന്റെ വാപ്പ കിട്ടത്തില്ല, അത് വേറെ വിഷയം. മനസ്സിലായില്ല? അപ്പൊ ഒന്നല്ലേ ഉണ്ടു. മകനുള്ളപ്പോ മകന്റെ മകന് കിട്ടത്തില്ല. തിരിഞ്ഞോ? ഇനിയോ വല്ലഹു മയ്യത്തിന്റെ സഹോദരനാണ്. എന്റെ സഹോദരന്മാര്, ഞാൻ മരിച്ചാലേ എന്റെ സഹോദരന്മാർക്ക് അനന്തരം കിട്ടും. പക്ഷെ എനിക്ക് മക്കളുണ്ടെങ്കിൽ സഹോദരന്മാരെ മാറ്റി നിർത്തും, ഇത് വേറെ വിഷയം. മനസ്സിലായോ? സഹോദരന്മാർ 2 വിധേന വരാം. എന്റെ വാപ്പ 2 കെട്ടിയെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഉമ്മായ 2 വട്ടം കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഒത്ത സഹോദരൻ വരാം, വാപ്പ ഒത്ത സഹോദരൻ വരാം. തിരിഞ്ഞ എന്റെ വാപ്പ എന്റെ ഉമ്മയല്ലാത്ത വേറെ പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. ആ പെണ്ണിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്റെ വാപ്പ ഒത്ത സഹോദരൻ.
മനസ്സിലായില്ലേ? എന്റെ ഉമ്മ, എന്റെ വാപ്പ മരിച്ചതിന് ശേഷം എന്റെ ഉമ്മയെ വേറെ കെട്ടിച്ചുണ്ട്. ആ കെട്ടിച്ചതിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്റെ ഉമ്മ ഒത്ത സഹോദരനാണ്. തിരിഞ്ഞ വൽ അഹൂ സഹോദരനാണ് ഷഖീഖൻ. വാപ്പായും ഉമ്മയും ഒത്ത സഹോദരൻ. ഇപ്പൊ എന്റെ കാക്കമാര്, എന്റെ ജ്യേഷ്ഠന്മാര്, വാപ്പായി എന്റെ വാപ്പായും എന്റെ ഉമ്മയും എന്റെ ജ്യേഷ്ഠന്റെ വാപ്പായും ഉമ്മയും ഒന്ന്. തിരിഞ്ഞില്ല? അത് കണക്കന്നെ ഔലി അബിൻ, അല്ലെങ്കിൽ വാപ്പ ഒത്ത സഹോദരൻ. അപ്പൊ ഉമ്മ രണ്ട്, വാപ്പ ഒന്ന്. തിരിഞ്ഞില്ല? ഔലി ഉമ്മിൻ, അല്ലെങ്കിൽ ഉമ്മ ഒത്ത സഹോദരൻ. ഉമ്മ ഒന്ന്, വാപ്പ രണ്ട്. തിരിഞ്ഞില്ല? ഇതേ പ്രകാരം തന്നെ ആദ്യം പറഞ്ഞ സഹോദരന്റെ മകൻ, ഷഖീഖിയ സഹോദരന്റെ മകൻ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സിയാദൊക്കെ എന്റെ ഷഖീഖിയ സഹോദരന്റെ മകനാണ്. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഔലിയബിൻ, വാപ്പോത്ത സഹോദരന്റെ മകൻ എന്ന്. ഇനി വല്ല അമ്മു, മയ്യിത്തിന്റെ എളാപ്പ. മയ്യിത്തിന്റെ എളാപ്പ, മയ്യിത്തിന്റെ എളാപ്പമാരാ? ഞാൻ മരിച്ചു, എന്റെ കൊച്ചാപ്പാൻ. ആ കൊച്ചാപ്പ ഈ പറയണത് വരും. ഷഖീഖിയായ അഥവാ കൊച്ചാപ്പയുടെ വാപ്പയും ഉമ്മയും ഒന്ന്, അല്ലെങ്കിൽ കൊച്ചാപ്പയുടെ വാപ്പ ഒന്ന്, ഉമ്മ വേറെ. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഉമ്മ ഒന്ന്, വാപ്പ വേറെ. ഇങ്ങനെ പോവും. മനസ്സിലായോ? വല്ല അമ്മു ഒന്ന്, പിന്നെ അമ്മാണ്. എങ്ങനത്തെ അമ്മ? ഷഖീഖു, വാപ്പയും ഉമ്മയും ഒത്ത അമ്മാണ്. അല്ലെങ്കിൽ ഔലിയബിൻ, വാപ്പ മാത്രം ഒത്ത അമ്മാണ്. അപ്പൊ ഉമ്മ ഒത്ത അമ്മിനില്ല അവിടെ. വബിനുഹുമ, ഇവർ രണ്ടുപേരുടെയും മകനുമാണ്. വസ്സൗജു, ഭർത്താവാണ്. വൽ മുഅ്തിഖു, മോചിപ്പിച്ച ആളാണ്. മരിച്ചത് അടിമയാണ്. അടിമയ്ക്ക് വേറെ ആരും എന്തില്ല, അപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല. പക്ഷെ അടിമ മോചിപ്പിച്ച ഉടമയുണ്ട്. എന്നാ ഉടമയ്ക്ക് കൊടുക്കണം മകന്. തിരിഞ്ഞ പത്തരായോ? വാപ്പാന്റെ അല്ല, മകൻ മകന്റെ മകൻ, വാപ്പാന്റെ വാപ്പ 4, അഹുൻ ഷഖീഖ് 5, അഹുൻ ലിയബിൻ 6, അഹുൻ ലിഉമ്മിൻ 7, വബിനു അഹു ഷഖീഖ് 8, അല്ലെങ്കിൽ വാപ്പത്തത് 9. ഇപ്പൊ കൂടുതലായി. വല്ലമ്മു 10, പിന്നെ ബിനുഹുമാ. അത് നമ്മളെ തഫ്സീർ നിലയിൽ ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ല? മകൻ മകന്റെ മകൻ, വാപ്പയുടെ മകൻ, സഹോദരൻ. സഹോദരൻ എണ്ണി വെക്കണം അവിടെ. സഹോദരൻ എത്രാമത്തെ? 3ാമത്തത്. മകൻ മകന്റെ മകൻ 2, വാപ്പ ഉപ്പുപ്പ. അപ്പൊ എത്രയായി? 4ആയി. സഹോദരൻ 5. അങ്ങനെ എണ്ണ. മനസ്സിലായില്ല? സഹോദരന്റെ മകൻ 6. തിരിഞ്ഞോ? പിന്നെ ആരാണ്? എളാപ്പ 7. മനസ്സിലായില്ല? എളാപ്പ മൂത്താപ്പ 2 പേരാ. വബിനുഹുമ, എളാപ്പ മൂത്താപ്പന്റെ മക്കള്, മകൻ. ഇപ്പൊ എത്ര? 8. വസ്സൗജു, മരിച്ചത് പെണ്ണാണെങ്കിൽ ഭർത്താവിന്. മനസ്സിലായില്ല? അതൊക്കെ തന്നെ. വൽ മുഅ്തിഖു, അടിമ മരിച്ചാല്, അടിമയ്ക്ക് വരാരും ഇല്ലെങ്കിൽ ഇങ്ങനെ 10 പേർ. 10 എണ്ണി. മനസ്സിലായില്ല? വാരിദാതു മിനൻ നിസാഇ, പെണ്ണുങ്ങളിൽ നിന്നും വാരിദാത്തായവർ 7 പേരാണ്. അൽ ബിന്ദു, മകളാണ്. ബിന്ദുൽ ഇബ്നി, മകന്റെ മകളാണ്. മകളുടെ മകളില്ല. കാരണം മകളുടെ മകൾ വേറെ ആക്കാനുണ്ടായിരുന്നു. മകന്റെ മകളാണ്. വൈൻസബന, മകന്റെ മകളായാലും ശരി. ഇല്ലില്ല, മകന്റെ അങ്ങനെ കൊടുത്തത് കണ്ടാ. മകന്റെ മകള് വൈൻസബല, അങ്ങനെ അങ്ങോട്ട് താഴ്ന്നു പോട്ടെ. വല്ലുമ്മു, അപ്പൊ എത്രയായി? ബിന്ദുൽ ഇബ്നി, വല്ലുമ്മു 1, പിന്നെ മയ്യിത്തിന്റെ ഉമ്മയാണ്. വൽ ജദ്ദത്തു, ഉമ്മുമ്മയാണ്. ഉമ്മുമ്മ 2 ഉമ്മുമ്മ വരുമല്ലോ. ഉമ്മുൽ ഉമ്മി വ ഉമ്മുൽ അബി, മയ്യിത്തിന്റെ വാപ്പാട് ഉമ്മയും വരാം, ഉമ്മാട് ഉമ്മയും വരാം. കണ്ടാ? അപ്പൊ എത്രയായി? മകൾ മകന്റെ മകൾ, ഉമ്മ ഉമ്മുമ്മ. കേട്ടാ?
വൈന്നലത്ത് അങ്ങോട്ട് എത്ര മേളോട്ട് പോകണമെങ്കിലും ശരി, വല്ലുഖുത്തു സഹോദരി, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കന്നെ, മനസ്സിലായില്ലേ? സഹോദരി അത് ഷഖീഖത്തൻ കാനത്ത് ഔലി അബിൻ ഔലി ഉമ്മിൻ വസ്സൗജത്തു മരിച്ചവൻ തന്നെ ഭർത്താവാകും, ഭാര്യയും, വൽമുഅ്തിഖത്തു ഇതെല്ലാം ആകൂടിയാണ്. വൽമുഅ്തിഖത്തു മുഅ്തിഖത്തായ മുതലാളിച്ചി, മനസ്സിലായില്ല? ഇങ്ങനെ 7 പേരാണ്. ഇനി കുടുംബാദികളെ പറ്റി പറയാം. വഅമ്മാദവുൽ അർഹാം, ദവുൽ അർഹാം ആകുന്നത് അവിടെ ക്ലാസ് ഉണ്ട്, നീ ഇവിടെ കണ്ടിങ്ങനെ അയക്കാൻ ഇതാക്കട്ടെ, അത് ഓടിച്ചിട്ട് ക്ലാസ്സിനകത്തിങ്ങനെ കറക്കണം. അല്ല ഇതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ അതിന് ശരിയായി. പിന്നെ ഇനിയിപ്പോ കുടുംബക്കാരെ പറയാൻ എന്തിനാന്ന് ചോദിക്കും. ഈ അനന്തരഗാമികളൊന്നും ഇല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കും, മനസ്സിലായേ? അപ്പൊ അവരെ അറിഞ്ഞിരിക്കണമല്ലോ ആരാ കുടുംബം, കുടുംബം ആരാണെന്ന് അറിയില്ല. അവിടെ കേട്ടല്ലേ?